ആ മാർച്ചിന് ശേഷം സകല പ്രവർത്തകരും ഇവിടെ അവർ പിരിഞ്ഞ് വീട്ടിൽ പോകുന്നതാണ്. CPM-ന്റെ പ്രവർത്തകർ നിന്ന് കുഞ്ഞു കൊച്ചുങ്ങൾ സഹിതം 12 വയസ്സുള്ള പിഞ്ച് ബാലികയെ മർദ്ദിക്കാൻ മാത്രം മര്യാദകേട്. അവര് പ്രതിഷേധിച്ചു, നമ്മളും പ്രതിഷേധിച്ചു. ആ പ്രതിഷേധത്തിനപ്പുറത്ത് രാഷ്ട്രീയ പ്രതിഷേധമാണ് നടന്നത്, അല്ല നമ്മൾ കയ്യേറ്റം ചെയ്തില്ല. പക്ഷെ വ്യക്തിപരമായി കയ്യേറ്റം ചെയ്തത് എന്ത് മര്യാദ ഇത്? മണ്ഡലം കുഞ്ഞു പെങ്കൊച്ചിന് വരെ, ഇത്തിരി ഇല്ലാത്ത പെങ്കൊച്ചിനെ വരെ മർദ്ദിച്ചില്ലേ? എന്ത് മര്യാദ? ചട്ടാള് ഒരു കാരണവശാലും ഇവിടെ ഞങ്ങൾ നീങ്ങത്തില്ല. നാളെ പോലീസ് ഇങ്ങനെ പരിപാടി ചെയ്യാൻ വേണ്ടി പോലീസുകാർ നോക്കി നിൽക്കുക. ഞങ്ങളുടെ പ്രവർത്തകർ ഒന്നും ചെയ്തിട്ടില്ല. രാജേഷിനടിച്ചിട്ട് പോലീസിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. ഈ കുഞ്ഞിനോട്ട് വരടിച്ചോ? ഇതിൽ പറ്റുമോ? തള്ളിയിടുമായിരുന്നു, ആ വണ്ടിക്കിടയിലോട്ട് എന്നെ തള്ളിയിടുമായിരുന്നു. ഒരു സമയത്ത് ബാലികയെ മാത്രം മർദ്ദിക്കാൻ മാത്രം അത്ര മോശമായി CPM. വഴി തടഞ്ഞു. അല്ല, ഈ തോന്നിവാസം സമ്മതിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ സമരം നടത്തുന്നത് 12 വയസ്സുള്ള കുട്ടിക്ക് നേരെ വരെ അതിക്രമം ഉണ്ടായിരിക്കുകയാണ്. അതാ പറഞ്ഞത്, ഇത് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ തോന്നിവാസമാണ്. അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇതുപോലൊരു കൊച്ചു കുട്ടിയെ പോലും അതൊന്ന് ആലോചിക്കണം. ഒരു മര്യാദ വേണ്ടേ? ഇത് ഇവന്മാരെ ഗുണ്ടകളായി മാറിയിരിക്കുകയാണ് ഈ CPM-ന്റെ ആൾക്കാർ. അല്ല, എന്തായാലും അതുകൊണ്ട് ഒരു മറുപടി, ഒരു സമാധാനപരമായിട്ട് സമരം കഴിഞ്ഞ് പിരിഞ്ഞു പോയ ആളുകളോടാണ് ഇവരത് ചെയ്തത്. ഇങ്ങനെ കൈയും കെട്ടി നമ്മൾ നോക്കിക്കത്തില്ല. നോക്കാം എന്ത് വരുന്നത്. വണ്ടി വെയിറ്റ് ചെയ്ത് മാറ്റം പറ്റും നോക്കട്ടെ. ഞങ്ങളൊന്നും അക്രമകരമായിട്ടുള്ള രീതി ഞങ്ങൾ ചെയ്തില്ല. കൊടിയെല്ലാം ഒരു വലിയ നമ്മള് അവിടെ കൊടി ഇരിപ്പുണ്ടായിരുന്നു, ആ കൊടി വലിച്ചു പറിച്ചു വണ്ടി പിടിയല്ല. ഇവിടുന്ന് വണ്ടി പോവില്ല. മോളെ ആ കൊച്ചിട്ടായിട്ട് ഈ കൊച്ചിനെയൊക്കെ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. മൈക്ക് ചേട്ടാ, കൊച്ചിനെ CCTV ക്യാമറ ഉണ്ട്. പോലീസ് എടുത്ത മര്യാദയാണ്. CCTV എടുത്തു. പോലീസ് ഞങ്ങളോട് മാറിപ്പോകാൻ അവരെ അറസ്റ്റ് ചെയ്യേണ്ട ഞങ്ങൾ പോകില്ല. ആ തല്ലിവരെ അറസ്റ്റ് ചെയ്യേണ്ട ഞങ്ങൾ പോകില്ല. അതാണ് ഒരു വണ്ടി കൊണ്ട് പോകില്ല. BJP ആ തല്ലിവരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു വണ്ടി പോകില്ല. നിങ്ങൾക്ക്
ആളെ പിടിക്കണം. അവിടെ ആയിരക്കണക്കിന് ആളുകൾ നടത്തുന്നു. ഏറ്റുമാനൂരിൽ CPM ആക്രമണം. മാർച്ച് കഴിഞ്ഞ് മടങ്ങിയ BJP പ്രവർത്തകരെയാണ് CPM പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ചത്. സ്ത്രീകൾക്ക് നേരെയും അതിക്രമമുണ്ടായി. വലിയ പ്രതിഷേധമാണ് ഉടലെടുത്തിരിക്കുന്നത്. BJP പ്രവർത്തകർ ഏറ്റുമാനൂരിൽ CPM ആക്രമണം. മാർച്ച് കഴിഞ്ഞ് മടങ്ങിയ BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് നേരെയും അതിക്രമമുണ്ടായി. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, അതിക്രൂരമായ മർദ്ദനമാണ് BJP പ്രവർത്തകർക്ക് നേരെ CPM അഴിച്ചുവിട്ടത്. പോലീസിന്റെ ഒത്താശയോടെ തന്നെയാണ് ഈ ഒരു അതിക്രമം എന്ന രീതിയിൽ തന്നെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. പ്രതിഷേധം എത്രത്തോളം ശക്തവുമാണ്? ഒരു പ്രശ്നം പന്ത്രണ്ട് വയസ്സുള്ള പെങ്കൊച്ചിനോട് മനുഷ്യന്മാരാണ് ഇവന്മാര്. ഒരു കുഞ്ഞു കൊച്ചു പെങ്കൊച്ച് നിങ്ങൾ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ നടപടി CPM-ന് വിടുപടി ചെയ്തിട്ട് ഞങ്ങൾ ഇത് എപ്പോ നടക്കും ഞങ്ങൾക്ക് ഓരോ ഉറപ്പില്ല.